സിനിമ എന്ന മായിക ലോകം സ്വപ്നം കണ്ട് കൊച്ചിയിലും ചെന്നൈയിലും എത്തിയ തസ്ലീമ പിന്നീട് മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ ലഹരി സംഘങ്ങൾക്കും ചില സിനിമാ താരങ്ങൾക്കും പ്രിയപ്പെട്ടവളായി മാറുന്നു. ലഹരി ഇടപാടിലൂടെ ഉന്നതരുമായി ബന്ധം, പലയിടത്തും പല പേരുകൾ, 5ഓളം ഭാഷകൾ സംസാരിക്കും. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായതോടെ യുവതിയുടെ ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തു വന്നു. തസ്ലീമ, സുൽത്താന, ക്രിസ്റ്റീന, മഹിമ എന്നു പേരുകളിൽ ആൾമാറാട്ടം. ഇങ്ങനെ വ്യാജ പേരുകളിൽ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത് കേരളത്തിൽ മാത്രമല്ല. തസ്ലീമ ഉൾപ്പെട്ട ലഹരി കേസിൽ ഇനി ആരൊക്കെ കുടുങ്ങും? സിനിമാ താരങ്ങളെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? ഇതോടൊപ്പം തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്തിന് കുരുക്ക് മുറുകുകയാണ്. യുവാവിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നു. സുഗാന്തിനെ പൂട്ടാൻ ഉടൻ പോലീസിന് കഴിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂരിൽ തസ്ലീമ, കൊച്ചിയിൽ ക്രിസ്റ്റീന, കർണാടകയിൽ മഹിമ, ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതി ഓരോ നാട്ടിലും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. തസ്ലീമ സുൽത്താനയ്ക്ക് കേരളത്തിലും തമിഴ്നാടിനും പുറമെ കർണാടകയിലും ലഹരി വിൽപ്പനയുണ്ടെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിച്ചാണ് ഇവർ ആൾമാറാട്ടം നടത്തിയിരുന്നത്. സിനിമാ താരങ്ങൾക്ക് പുറമെ മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ ലഹരി സംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. യുവതി കേരളത്തിലെത്തിച്ച 6 കിലോ കഞ്ചാവ് ആർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ജനിച്ചു വളർന്ന കണ്ണൂരിൽ തസ്ലീമ, ചെന്നൈയിൽ തസ്ലീമ സുൽത്താൻ, സിനിമാ ലോകത്തും മട്ടാഞ്ചേരിയിലെ ലഹരി ഗുണ്ടാ മാഫിയകൾക്കിടയിലും ക്രിസ്റ്റീന. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം കർണാടകയിൽ മഹിത മധു. മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ലഹരി വലയിലെ പ്രധാന കണ്ണിയാണ് തസ്ലീമ സുൽത്താന. വിവിധ നാടുകളിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന, എല്ലായിടങ്ങളിലും വ്യാജ ആധാർ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെയുള്ള, വേണമെങ്കിൽ ആളുകളെ കായികമായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗുണ്ടാ പശ്ചാത്തലമുള്ള ഡ്രഗ് ഡീലർ. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്കാണ് എറണാകുളത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി റെന്റേ കാറിൽ ആലപ്പുഴയിലേക്ക് തിരിക്കുന്നത്. കാർ വാടകയ്ക്കെടുക്കുന്ന സ്ഥാപനത്തിൽ അനീഷ് കൃഷ്ണ എന്നയാൾ തസ്ലീമയെ പരിചയപ്പെടുത്തിയത് കർണാടക സ്വദേശിനി മഹിമ മധുവായി. നൽകിയ തിരിച്ചറിയൽ രേഖകളാകട്ടെ കർണാടകയിലെ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും. വിലാസം ഇങ്ങനെ: TB ഫ്ലാറ്റ് നമ്പർ 902 E ടവർ, മാൻഡവി എമറാൾഡ്, എൻ പോയിന്റ് റോഡ്, മണിപ്പാൽ, ഉടുപ്പി. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ പേരും അഡ്രസ്സും മാറുന്നു. തസ്ലീമ S, 85 4th സ്ട്രീറ്റ്, ഉലകനാഥപുരം, എണ്ണൂർ, കട്ടിവക്കം, തിരുവല്ലൂർ. എറണാകുളം മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ ലഹരി സംഘങ്ങൾക്ക് ക്രിസ്റ്റീന എന്ന പേര് സുപരിചിതമാണ്. ഫോട്ടോഷൂട്ടിനെത്തിയ മോഡലിനെ 3 ദിവസം മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ സംഭവത്തിലെ കാവൽക്കാരിയും മുഖ്യപ്രതികളിൽ ഒരാളുമായിരുന്നു ക്രിസ്റ്റീന. അങ്ങനെ നീളുന്നു കാക്കനാട്ടെ ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ ലഹരി കഥകളുടെ പശ്ചാത്തലം. ലഹരിക്കാർക്കിടയിൽ പുഷ് എന്നും ബുഷ് എന്നും അറിയപ്പെടുന്ന കഞ്ചാവ് 6 കിലോ ലഭ്യമായിട്ടുണ്ടെന്നാണ് ആലപ്പുഴയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള തസ്ലീമയുടെ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് ലഭ്യമായ വിവരം. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ടൂറിസം കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ലക്ഷ്യം. പ്രധാനമായും കായൽ ടൂറിസവും ഹൗസ് ബോട്ടുകളും. പിടിയിലായ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിനോട് അധികം സഹകരിക്കാതിരുന്ന തസ്ലീമയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് തേടേണ്ടതായുണ്ട്. ഫോൺ രേഖകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ട് ലഭ്യമാകുന്നതോടെ കൂടുതൽ വലിയ സ്രാവുകൾ, സ്വർണത്തേക്കാൾ വിലയുള്ള കഞ്ചാവ് വിൽപ്പനയുടെ കേസിൽ കണ്ണി ചേർക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. നിങ്ങൾക്കൊപ്പം താമസിച്ച യുവതി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് സുഗാന്തിന് ബാധ്യതയുണ്ട്. അയാൾക്ക് മറുപടി നൽകാൻ ഉത്തരവാദിത്തമുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകൻ സുഗാന്തിന് പിഴവ് സംഭവിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയത് ഹൈക്കോടതിയാണ്.
പ്രതിയുടെ അറസ്റ്റ് തടയാൻ വിസമ്മതിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് വിശദീകരണം തേടി. അതിനിടെ യുവതിയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിനെ 1.5 ആഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല. IB ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകൻ സുഗാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് തിരുവനന്തപുരം പേട്ട പോലീസിന്റെ നടപടി. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് സുഗാന്തിനെതിരെ കേസ്. മകൾ അതിക്രമം നേരിട്ടതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ അച്ഛൻ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിരുന്നു. മകൾ സുഗാന്തിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയത്. യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിലെത്തിയാണ് ഗർഭചിത്രം നടത്തിയത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരം പോലീസിനെ അറിയിച്ചത്. യുവതി ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. യുവതിയുടെ ബാഗിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു. സുഗാന്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. ഫോൺ രേഖകൾക്ക് പുറമെ മകളുടെ ബാഗിൽ നിന്ന് ലഭിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് തടയാൻ കോടതി വിസമ്മതിച്ചു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടയേണ്ടതില്ലെന്നും അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് PB കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്തെന്ന് ചോദിച്ച ഹൈക്കോടതി ആത്മഹത്യയിൽ സുഗാന്തിന് പിഴവ് പറ്റിയെന്നും വിമർശിച്ചു. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിക്ക് ബാധ്യതയും മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. പ്രതിക്കിപ്പോൾ രക്ഷപ്പെടാനും ഒളിച്ചിരിക്കാനും കഴിയുമെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. യുവതിയുടെ മരണം നടന്ന് 1 ആഴ്ച കഴിഞ്ഞിട്ടും ആരോപണ വിധേയനായ സുഗാന്തിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥ മരിച്ചതിനു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധം തകരാനുള്ള കാരണമെന്തെന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കിപ്പോൾ ആരെയും പേടിയില്ല. മദ്യപാനവും ലഹരി ഉപയോഗവുമെല്ലാം പരസ്യമായിട്ടാണ്. ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ പിന്നെ ആക്രമിക്കാനും കൊല്ലാനും പോലും മടിക്കില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് ലഹരി സംഘം വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. താമരശ്ശേരി കരാടിയിലുള്ള ടൂറിസ്റ്റ് ഹോം ജീവനക്കാരന് നേരെയാണ് 5-അംഗ സംഘം വടിവാൾ വീശിയത്. തടയാൻ ശ്രമിച്ച സുഹൃത്തിന്റെ കൈ തല്ലിയൊടിച്ചു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. താമരശ്ശേരി കരാടിയിൽ പ്രവർത്തിക്കുന്ന മൗണ്ടൻ വ്യൂ ടൂറിസ്റ്റ് ഹോം ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ടൂറിസ്റ്റ് ഹോമിന്റെ മുറ്റത്ത് വെച്ച് 5-അംഗ സംഘം മദ്യപിക്കുന്നത് CCTVയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരൻ അൻസാർ എത്തി മദ്യപാനം വിലക്കിയപ്പോഴാണ് ആക്രമണം. അക്രമി സംഘത്തിലെ ഒരാൾ സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ച വാളെടുത്ത് അൻസാറിന് നേരെ വീശുകയായിരുന്നു. ഇത് കണ്ട് പിടിച്ചുമാറ്റാനെത്തിയ തച്ചമ്പയിൽ സ്വദേശി മുഹമ്മദ് ലബീബിന്റെ കൈ അക്രമി സംഘം സ്റ്റീൽ പൈപ്പ് കൊണ്ട് തല്ലിയൊടിച്ചു. ടൂറിസ്റ്റ് ഹോമിലെ കമ്പ്യൂട്ടറിന്റെ തകരാർ പരിഹരിക്കാനായി എത്തിയതായിരുന്നു ലബീബ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റ ലബീബ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. ഒരു പിക്കപ്പ് വാനിലും ഇരുചക്ര വാഹനങ്ങളിലുമായാണ് അക്രമി സംഘം എത്തിയത്. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ആയുധങ്ങൾ കണ്ടെടുത്തു. സിദ്ദിഖ്, ജുനൈദ്, ആഷിഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചതെന്നാണ് അൻസാറും ലബീബും പോലീസിന് കൊടുത്ത മൊഴി. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി.
ന്യൂസ് 18 കോഴിക്കോട്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. കൊല്ലം കുളത്തൂപ്പുഴയിലെ സന്തോഷ് കുമാറിന് ഇപ്പോഴും ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല. യാതൊരു പ്രകോപനവുമില്ലാതെ പട്ടാപ്പകലാണ് ഡ്രൈവറായ സന്തോഷിന് നേരെ വെട്ടുകത്തിയുമായി ഒരാൾ പാഞ്ഞെടുക്കുന്നത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയുധമുപയോഗിച്ച് പലതവണ വീശി. സന്തോഷ് കൈകൊണ്ട് ചെറുത്തതിനാൽ ദുരന്തമൊഴിവായി. കേസിൽ ഏഴംകുളം സ്വദേശി ദീപകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. KSRTCയിലെ താൽക്കാലിക ഡ്രൈവറായ ദീപകിന് ജോലി നഷ്ടപ്പെടാൻ കാരണം സന്തോഷാണെന്ന സംശയത്തിലായിരുന്നു ആക്രമണം. കുളത്തൂപ്പുഴ 11-ാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഏഴംകുളം സ്വദേശിയും ഡ്രൈവറുമായ സന്തോഷ് കുമാറിനെയാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. പ്രദേശവാസിയായ ദീപക് വെട്ടുകത്തിയുമായി ആക്രമണം നടത്തുകയായിരുന്നു. സന്തോഷിനെ പലതവണ വെട്ടാൻ ശ്രമിക്കുന്നതും സന്തോഷ് കൈകൊണ്ട് ചെറുക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ വെട്ടുകത്തിയുടെ പിടികൊണ്ട് സന്തോഷിന്റെ കൈക്ക് പൊട്ടലേറ്റു. സന്തോഷിന്റെ പരാതിയിൽ കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് ദീപകിനെ കുടുക്കിയത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സന്തോഷിന് നേരെ ആക്രമണമുണ്ടായതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. KSRTCയിലെ താൽക്കാലിക ഡ്രൈവറാണ് ദീപക്. 11-ാം മൈലിലുള്ള SN ബ്ലൂ മെറ്റൽസിൽ വെച്ചായിരുന്നു ആക്രമണം. ഇവിടെ മുമ്പ് സ്ഥിരം ഡ്രൈവറായിരുന്നു ദീപക്. വീണ്ടും ഇവിടെ ജോലി ലഭിക്കാത്തതിന് കാരണം സന്തോഷ് കുമാറാണെന്ന വൈരാഗ്യത്തിലാണ് ആക്രമണമെന്ന് പോലീസ് പറയുന്നു. വധശ്രമം, പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുമ്പ് വാഹനം തകർത്ത കേസിൽ ഉൾപ്പെടെ ദീപക് പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും തമ്മിലടിക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട്. മുൻപൊക്കെ ചെറിയ വഴക്കും പ്രശ്നവുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 2 അടി കൊടുക്കാനും പെൺപിള്ളേർക്ക് മടിയില്ല. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് വിദ്യാർത്ഥിനികൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ധനുവച്ചപുരം ITIയിലെ വിദ്യാർത്ഥിനികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പരുക്കേറ്റ 3 വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോളി ആഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് മർദ്ദനമെന്ന് പറയുന്നു. സംഭവത്തിൽ പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മർദ്ദനത്തിൽ പരിക്കേറ്റ 3 വിദ്യാർത്ഥിനികളെയാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ധനുവച്ചപുരം ഗവൺമെന്റ് ITIയിലെ MCEA വിദ്യാർത്ഥിനിയും MMV വിദ്യാർത്ഥികളായ 2 പേരുമാണ് ആശുപത്രിയിലുള്ളത്. MMV വിദ്യാർത്ഥിനികളും മറ്റേ പെൺകുട്ടിയുമായി കഴിഞ്ഞ ഹോളി ആഘോഷത്തിനിടെ വാക്കേറ്റം നടന്നിരുന്നു. ഇതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. ഒരു വിഷയം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് 2 പേരും കൂടി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ചെറിയൊരു വാക്ക് തർക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കോളേജിന്റെ പിറകെ വിളിച്ചു നിർത്തി അവരെന്നെ മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. എന്നെ കവിളിലും എൻ്റെ വയറിലും എൻ്റെ തുണിയൊക്കെ വലിച്ചു വിടാനും ശ്രമിച്ചു. എൻ്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ച് എന്നെ എത്രത്തോളം എനിക്ക് സംസാരിക്കാൻ കൂടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എത്തിച്ചത്. ബഹളം കേട്ടെത്തിയ സഹപാഠികളും അധ്യാപകരും ചേർന്നാണ് വിദ്യാർത്ഥിനികളെ പിടിച്ചു മാറ്റിയത്. തുടർന്ന് 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്ന് കാട്ടി ഇരുവിഭാഗവും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. 3 വർഷം മുൻപുള്ള ഒരു ട്രെയിൻ യാത്ര. അന്നാണ് കൊല്ലം ഇടവട്ടം സ്വദേശിനി അനില ശരബ് എന്ന യുവാവുമായി പരിചയത്തിലാകുന്നത്. ആ സൗഹൃദത്തിലൂടെ രാസലഹരിയുടെ 90 ഗ്രാം MDMA ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ അനില രവീന്ദ്രനെ ചോദ്യം ചെയ്തപ്പോഴാണ് ശരബുമായുള്ള ഇടപാടുകൾ പോലീസിന് ലഭിച്ചത്. അനില പിടിയിലായ ദിവസം ശരബ് തങ്കശ്ശേരിയിൽ അനിലയ്ക്കായി കാത്തു നിൽക്കുകയായിരുന്നു. ശരബിനെ രക്ഷപ്പെടുത്തുന്നതിനായി അനില പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. അനിലയുടെ ഫോണിൽ നിന്നും ഇമെയിൽ ID-യിൽ നിന്നും ബാങ്ക് ഇടപാടുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ശരബിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്.
പോലീസ് അന്വേഷിക്കുന്നതറിഞ്ഞ് ശരബ് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇയാൾ ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത്. ബിരുദധാരിയായ ശരബ് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് 3 വർഷം മുമ്പ് അനിലയുമായി പരിചയത്തിലായത്. സൗഹൃദം വളർന്നതോടെ സാമ്പത്തിക നേട്ടത്തിനായി ഇരുവരും ലഹരി വ്യാപാരത്തിലേക്ക് കടന്നു. ബംഗളൂരുവിൽ നിന്നും അനില വാങ്ങി നൽകുന്ന MDMA കൊല്ലത്ത് വിറ്റഴിക്കുന്നതിൽ പ്രധാനിയാണ് ശരബെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തലസ്ഥാനത്തെ ഗുണ്ടാ നേതാക്കളും പോലീസുകാരും തമ്മിൽ എന്താണ് ബന്ധം? ഇവർക്കെല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് പോലീസുകാരാണോ? ഗുണ്ടകൾ ലഹരി കടത്തിയാലും അക്രമം കാട്ടിയാലും പോലീസിന്റെ വക ഒത്താശയും സംരക്ഷണവും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഗുണ്ടാ നേതാവിൽ നിന്ന് ലഹരി പിടികൂടിയ കേസിൽ തൊണ്ടി മുതൽ മുക്കി പോലീസിന്റെ അട്ടിമറി നീക്കം. പൊക്കം ഷാജഹാന്റെ സംഘത്തിൽ നിന്ന് പിടികൂടിയ ആശിഷോയിലും ലഹരി കടത്തിയ കാറുമാണ് കോടതിയെ അറിയിക്കാതെ തിരുവല്ലം പോലീസ് മുക്കിയത്. ലഹരി മാഫിയയെ അമർച്ച ചെയ്യാനായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിലാണ് പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിന്റെ അട്ടിമറി. ലഹരി വ്യാപനം തടയാൻ നിയമസഭാ ഹാളിൽ മുഖ്യമന്ത്രി വിപുലമായ യോഗം തന്നെ വിളിച്ചു ചേർത്തിരുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയും പോലീസും കൊട്ടിഘോഷിക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് തന്നെ അട്ടിമറിക്കുന്നതിന്റെ തെളിവാവുകയാണ് തലസ്ഥാനത്തെ തിരുവല്ലം പോലീസിന്റെ വഴിവിട്ട നീക്കം. കൊട്ടേഷനും സ്വർണം പൊട്ടിക്കലുമൊക്കെയായി തിരുവനന്തപുരത്തെ പ്രധാന ഗുണ്ടയാണ് വലിയതുറ സ്വദേശി പൊക്കം ഷാജഹാൻ. ചൊവ്വാഴ്ച രാത്രി ഷാജഹാനും സംഘവും തങ്ങിയ വീട്ടിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം ലഹരി പിടികൂടി തിരുവല്ലം പോലീസിനെ ഏൽപ്പിച്ചു. 30 ഗ്രാം കഞ്ചാവ്, 0.06 ഗ്രാം MDMA, 1.2 ഗ്രാം ഹാഷിഷ് ഓയിൽ, 65,000 രൂപ കൂടാതെ എയർഗൺ എന്നിവയാണ് പിടിച്ചത്. ഇവ കൊണ്ടുവന്ന 2 കാറും പിടിച്ചെടുത്തു. എന്നാൽ കോടതിയിൽ നൽകിയ FIR, മഹസർ റിപ്പോർട്ട് എന്നിവയിൽ നിന്ന് ഹാഷിഷ് ഓയിൽ ഒഴിവാക്കി. റിപ്പോർട്ടിൽ കാണിച്ചത് 1 കാർ മാത്രം. SI തയ്യാറാക്കിയ റിപ്പോർട്ടിലെ അട്ടിമറി നീക്കം പുറത്തറിഞ്ഞതോടെ രണ്ടാമത് ഒരു മഹസർ റിപ്പോർട്ട് തയ്യാറാക്കി 2ാമത്തെ കാർ ഉൾപ്പെടുത്തി. അപ്പോഴും ഹാഷിഷ് ഓയിൽ കേസ് ഡയറിയിലില്ല. ലഹരിയുടെ അളവ് കുറഞ്ഞാൽ ജാമ്യം കിട്ടാൻ എളുപ്പമാകും. പോലീസ് രേഖകളിൽ വ്യത്യസ്ത അളവ് വരുന്നതോടെ വിചാരണയിൽ കേസ് തള്ളിപ്പോകും. അട്ടിമറി നീക്കത്തിന്റെ ലക്ഷ്യവും അതുതന്നെയെന്ന് കരുതണം. ന്യൂസ് 18 തിരുവനന്തപുരം. രാമനാട്ടുകര സ്വർണ്ണക്കള്ളക്കടത്തിൽ കൊട്ടേഷൻ സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതോടെയാണ് അർജുൻ ആയങ്കി എന്ന പേര് ആദ്യമായി ഉയർന്നു കേട്ടത്. അഴീക്കോട്ടെ DYFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ആയങ്കി പാർട്ടിയുടെ തണലിൽ ക്രിമിനലായി വളർന്നു വന്നവനാണ്. വിവാദങ്ങളും കേസുകളും തുടർക്കഥയായതോടെ DYFI പുറത്താക്കി. എന്നാൽ സൈബർ സഖാവായി നവമാധ്യമങ്ങളിൽ സജീവമായി. പിന്നീട് പാർട്ടിയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയതോടെ സഖാക്കളുടെ കണ്ണിൽ കരട്. അതോടെ കേസുകളുടെ പെരുമഴ. ഏറ്റവും ഒടുവിൽ അർജുൻ ആയങ്കിയെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് കഴക്കൂട്ടം പോലീസ് ഇയാളെ പിടികൂടിയത്. ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട SFI നേതാവ് കൂടിയായ കഴക്കൂട്ടം സ്വദേശി ആദർശന്റെ വീട്ടിൽ നിന്നാണ് നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. കുളത്തൂരിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് റൌഡി ലിസ്റ്റുള്ള ആദർശന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയതാണ് പോലീസ്. ആദർശിനെ കരുതൽ തടങ്കലിലെടുക്കുകയായിരുന്നു ലക്ഷ്യം. അതിനിടെ അപ്രതീക്ഷിതമായി അർജുൻ ആയങ്കി പോലീസിന്റെ കണ്ണിൽപ്പെടുകയായിരുന്നു. DYFI പ്രവർത്തകനായിരുന്ന അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസിലെ പ്രതിയായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ നേരത്തെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതേസമയം അർജുനെ കസ്റ്റഡിയിലെടുത്തത് കരുതൽ തടങ്കലിന്റെ ഭാഗമായിട്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. താൻ ഉത്സവം കാണാൻ എത്തിയതാണെന്നാണ് അർജുന്റെ വിശദീകരണം. എന്നാൽ അർജുൻ മുമ്പും പലതവണ തുമ്പ കഴക്കൂട്ടം മേഖലകളിൽ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. സ്വർണം പൊട്ടിക്കൽ കേസ് പ്രതിയായ അർജുന്റെ തലസ്ഥാനത്തെ സാന്നിധ്യം സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി സംഘങ്ങൾ നാട്ടിൽ പല രീതിയിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളെ മാത്രമല്ല,
പോലീസിനെയും ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ലഹരി സംഘങ്ങളാണ്. കരമന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ജയചന്ദ്രനെ ആക്രമിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. നെടുങ്കാണ്ട് സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. ഇവർ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് സമൻസുകൾ വേഗത്തിൽ കൊടുത്തു തീർക്കാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കരമന നെടുങ്കാട് ഭാഗത്ത് സമൻസ് നൽകാൻ പോയ ഉദ്യോഗസ്ഥനാണ് ആക്രമണത്തിനിരയായത്. സമൻസ് നൽകി മടങ്ങും വഴി ഒരു സംഘം ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത് ജയചന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചോദ്യം ചെയ്യുന്നതിനിടെയായിരുന്നു കാലിലും വയറ്റിലും കുത്തിയത്. ജയചന്ദ്രൻ യൂണിഫോമിലായിരുന്നില്ല, ഒറ്റയ്ക്ക് ബൈക്കിലാണ് സഞ്ചരിച്ചിരുന്നത്. നെടുങ്കാട് സ്വദേശികളായ ജിതിൻ, രജീഷ്, ലിജോമോൻ എന്നിവരാണ് അറസ്റ്റിലായത്. ലഹരി മരുന്ന് കച്ചവടം ഉൾപ്പെടെ പ്രതികൾ നടത്തുന്നുണ്ട്. മറ്റ് കേസുകളിലും പ്രതികളാണിവരെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ദമ്പതികൾ തമ്മിൽ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാ കുടുംബങ്ങളിലുമുള്ളൂ. എന്നാൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ആരും തയ്യാറല്ല. ഒടുവിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്ന കാഴ്ച. പിന്നീട് ആത്മഹത്യയോ കൊലപാതകമോ വരെ സംഭവിക്കുന്നു. പാലക്കാട് കുട്ടനാട് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് യുവാവ് ജീവനൊടുക്കിയത്. ഭാര്യ പിണങ്ങിപ്പോയതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമായത്. ഭാര്യ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച എടപ്പാൾ സ്വദേശി ഷൈബുവിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് കൂറ്റനാട് പാലക്കപ്പീടികയിലാണ് യുവാവിനെ കിണറിന്റെ മുകളിലെ കമ്പിയിൽ കയറി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടപ്പാൾ സ്വദേശി പരുപ്പാടത്ത് ഷൈബു ആണ് മരിച്ചത്. പാലക്കപ്പീടികയിലാണ് ഷൈബുവിന്റെ ഭാര്യ വീട്. ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും യുവതി പാലക്കപ്പീടികയിലെ വീട്ടിലെത്തിയിരുന്നു. ഇവരെ കൂട്ടിക്കൊണ്ടുവരാനായാണ് ഷൈബു എത്തിയത്. ഇവിടെ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് റോഡിലേക്ക് വന്ന് ഷൈബു കയ്യിൽ കരുതിയിരുന്ന ഇന്ധനം ദേഹത്തൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഉടൻ തന്നെ ഭാര്യ വീട്ടുകാർ ഓടിയെത്തിയാണ് തീ അണച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഭാര്യയുടെ സഹോദരനും കൈക്ക് പൊള്ളലേറ്റു. ദേഹമാസകലം പൊള്ളലേറ്റ ഷൈബു അവിടെ നിന്ന് തന്റെ സ്കൂട്ടർ എടുത്തു പോയെന്നാണ് ഭാര്യ വീട്ടുകാർ പറയുന്നത്. തുടർന്ന് ചാലിശ്ശേരി പോലീസിൽ വിവരമറിയിച്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ഷൈബുവിനെ കണ്ടെത്താനായില്ല. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഷൈബുവിനെ പിന്നീട് കിണറിന്റെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സമീപത്തുള്ള ക്വാർട്ടേഴ്സിന്റെ അടുത്ത പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത്. മോട്ടോർ കെട്ടാനായി ഉപയോഗിച്ച കയറിലാണ് ഇയാൾ തൂങ്ങിയത്. ദേഹത്ത് പൊള്ളലേറ്റ പാടുകളുമുണ്ട്. പട്ടാമ്പി ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പാലക്കാട് നിന്ന് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് കൽപ്പറ്റയിലെ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ? മരിച്ച ഗോകുലിന് സ്റ്റേഷനിൽ വെച്ച് മാനസിക പീഡനമുണ്ടായോ? യുവാവിന്റെ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൗരവമുള്ളതാണ്. ഇതോടെ സംഭവത്തിൽ സ്റ്റേഷനിലെത്തിയ അന്വേഷണ സംഘം വിവരശേഖരണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്റ്റേഷനിലെത്തിയത്. പ്രാഥമിക നടപടികൾ മാത്രമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. നേരത്തെ ഉത്തരമേഖല DIGക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നായിരുന്നു കണ്ടെത്തൽ. കൽപ്പറ്റ സ്റ്റേഷൻ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഗോകുലിനെ കണ്ടെത്തുകയായിരുന്നു. എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. യുവാവിന് മർദ്ദനമേറ്റിട്ടില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഗോകുലിന്റെ കയ്യിൽ പെൺകുട്ടിയുടെ പേര് മൂർച്ചയുള്ള വസ്തു കൊണ്ട് കോറിയിട്ട അടയാളം ഇൻക്വസ്റ്റിൽ വ്യക്തമായിരുന്നു.
പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനം ഉണ്ടായോ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ കൽപ്പറ്റ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും മൊഴികളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കം പരിശോധിച്ചു. കോഴിക്കോട്ട് നിന്നുള്ള ഫോറൻസിക് സർജൻ ഡോക്ടർ PS സഞ്ജയുടെ നേതൃത്വത്തിൽ ശുചിമുറി അടക്കം പരിശോധിച്ചിരുന്നു. അതിനിടെ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ സമരത്തിനൊരുങ്ങിയാണ് ആദിവാസി സംഘടനകൾ. യുവാവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നത്. സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കാനും സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൽപ്പറ്റ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കായംകുളം ചേരാവള്ളിയിൽ ഗൃഹപ്രവേശം നടക്കുന്ന വീട്ടിൽ വെച്ച് യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 1-ാം പ്രതി അറസ്റ്റിൽ. കാപ്പിൽ സ്വദേശി വിഷ്ണുവിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് ചേരാവള്ളി സ്വദേശി രാഹുൽ. സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ്, മോഷണ കേസുകളിൽ അറസ്റ്റിലായ വീട്ടമ്മയുമായി തെളിവെടുപ്പ് നടത്തി. ഇടുക്കി തങ്കമണി സ്വദേശി ബിൻസി ജോസഫിനെയാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തത്. ഇടുക്കി തങ്കമണിക്ക് സമീപം മാടപ്രയിൽ നിന്നും 20 ലിറ്റർ വാറ്റ് ചാരായവും 100 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. കൂത്താട്ടുകുളം കൊച്ചുകുന്നേൽ ജോൺ വർഗീസ് എക്സൈസ് കസ്റ്റഡിയിൽ. പൊതുനിരത്തുകളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളില്ലേ? യുവാക്കളുടെ അതിരുവിട്ട അപകടയാത്രകൾ നിരവധി മനുഷ്യരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് ചിലർ വരുന്നത് തന്നെ ഇങ്ങനെ സാഹസികയാത്രയ്ക്കാണ്. ഏറ്റവും ഒടുവിൽ മൂന്നാർ ലോക്ഹാർട്ട് എസ്റ്റേറ്റിന് സമീപമാണ് കാറിൽ യുവാക്കളുടെ സാഹസിക പ്രകടനം കണ്ടത്. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിൻ്റെ വിൻഡോയിലിരുന്നായിരുന്നു അപകടകരമായ യാത്ര. ഇത് മൂന്നാറിലെ ഒറ്റപ്പെട്ട കാഴ്ചയല്ല. പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നിയമലംഘനങ്ങൾ തുടർക്കഥയാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.